ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. അപ്പോൾ ഗുഡ് മോർണിംഗ്, എന്തുണ്ട് വിശേഷം? സോ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് അതുപോലെ തന്നെ ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് മനസ്സിലാക്കാം. ശേഷം ബാങ്ക് നിഫ്റ്റി അനാലിസിസും പിന്നെ നമുക്ക് ഇന്ന് ഫോക്കസിൽ വെക്കേണ്ട സ്റ്റോക്സ് ആൻഡ് ന്യൂസസ് അല്ലെങ്കിൽ റിസൾട്ടുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇപ്പോൾ നമുക്ക് ടോട്ടലി ഉള്ള US മാർക്കറ്റ്സിൻ്റെ അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡോ ജോൺസ്, S&P 500, നാസ്ഡാക്ക് മൂന്നും പോസിറ്റീവാണ്. ലൈക്ക് ഫ്യൂച്ചേഴ്സും പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നലത്തെ ഒരു ഹോളിഡേക്ക് ശേഷം നമ്മൾ മാർക്കറ്റിലേക്ക് കടക്കുമ്പോഴത്തേക്കും നമുക്ക് പോസിറ്റീവായിട്ട് എന്തൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ മൈൽഡ്ലി പോസിറ്റീവ് ടു ഒരു ന്യൂട്രൽ എന്ന് നമുക്ക് പറയാം. ഗിഫ്റ്റ് നിഫ്റ്റി സ്ലൈറ്റ്ലി എന്താ പറയുക, ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യാൻ 6.50 എന്ന രീതിയിൽ മേ ബി നമുക്ക് ലൈറ്റ്ലി ഒരു ന്യൂട്രൽ ടു ബെയറിഷ് ഓപ്പണിംഗ്. ബട്ട് അത്രയും വലിയൊരു സെൽ ഓഫിലായിരിക്കുമോ ഓപ്പണിംഗ് ചെയ്യണമെന്ന് ഈ ഒരു അവസ്ഥ കണ്ടിട്ട് തോന്നുന്നില്ല. ലൈക്ക് മേ ബി സ്മോൾ സെല്ലിങ്ങിലായിരിക്കും തുടങ്ങുന്നത്. ആൻഡ് ഹാങ്സങ് സ്ട്രേറ്റ് ടൈംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഹോൾഡ് ഓൺ ചെയ്യുന്നുണ്ട്. നിക്കി 225 നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യാണ്. അപ്പം ഏഷ്യൻ മാർക്കറ്റ്സ് ടോട്ടൽ ഓവറോളിൽ എല്ലാം ഒന്നും നെഗറ്റീവിലല്ല ട്രേഡ് ചെയ്യുന്നത്. സോ മേ ബി നമുക്കൊരു ഹോപ്പ് ഉണ്ട് മാർക്കറ്റ് ഇന്നൊരു ദിവസം ട്രേഡബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കുമെന്ന് നമുക്ക് പറയാം. ഇപ്പം നമ്മൾ ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ലെവൽസ് എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കിവിടെ ഒരു കാര്യം അറിയാം. മാർക്കറ്റ് ഒരു എന്താ പറയുക, ഒരു ഹയർ ഹൈ ഫോർമേഷൻ അല്ല തന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ഒരു ഹൈ പോയി വീണ്ടും പോയി ആൻഡ് വീണ്ടും ആ ഒരു ഹൈയിൽ നിന്നും മീൻസ് ഒരു ഹയർ ഹൈ തരാനായിട്ട് സാധിച്ചില്ല. ജസ്റ്റ് അവിടെ നിന്നും വീണ്ടും ഒരു സെൽ ഓഫ് നടന്നു ആൻഡ് മാർക്കറ്റ് കുറേ നല്ല ഒരു എന്താ പറയുക സപ്പോർട്ട് റേഞ്ച് ബ്രേക്ക് ചെയ്ത് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും ഒരു പാനിക്കും മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് 3 ദിവസത്തെ ഡേ ചാർട്ട് എടുത്ത് നോക്കിയാലും മാർക്കറ്റിൽ അങ്ങനെ തന്നെ നമുക്ക് തോന്നും. അത്രയും വലിയൊരു സെൽ ഓഫ് പ്രഷർ മാർക്കറ്റ് കാണിച്ചു തന്നിരുന്നു ആദ്യത്തെ ദിവസം അല്ലേ. ഈ ഒരു വലിയ സെൽ ഓഫ് തന്നു മാർക്കറ്റ് ആ ഏരിയ റീടെസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരു പാനിക് സിറ്റുവേഷൻ നിലവിലുണ്ട്. ഇപ്പോൾ US-ന്റെ താരിഫ് അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിൽ മാർക്കറ്റിലുണ്ട്. മാർക്കറ്റ് ഒരു വലിയൊരു റെസിസ്റ്റൻസ്, വലിയൊരു സെൽ ഓഫ് സോൺ 25,890 to 900 എന്ന് പറഞ്ഞ സോണാണ്. അപ്പോൾ ഈ സോൺ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മേ ബി ബയേഴ്സിന് വീണ്ടും ആ കൺട്രോളിൽ എടുക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ബട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, ഈ ഒരു ഏരിയ 25,900 എന്ന് പറഞ്ഞ സോൺ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് നേരിടുന്നുണ്ട്. ഇപ്പോൾ 15 മിനിറ്റ് ചാർട്ട് 50 മിനിറ്റ്സിൽ നമുക്കെടുത്ത് നോക്കുമ്പോൾ നമുക്ക് വലിയ ലോജിക് ഒന്നും മനസ്സിലാക്കാനില്ല. നമുക്കിപ്പം കുറച്ച് മാർക്കറ്റിൽ എന്താണ് ഒരു പ്രൈസ് ആക്ഷൻ ബിഹേവിയർ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് അറിയാം. ഈ 25,900 എന്ന് പറഞ്ഞ സോൺ കണ്ടില്ലേ, ഈ സോണിൽ നിന്ന് മാർക്കറ്റിന് അപ്സൈഡ് പോകാനായിട്ട് കുറച്ചധികം ദിവസമായിട്ട് കഴിയുന്നില്ല. കഴിഞ്ഞ 9-ാം തീയതി ഡൗൺ സൈഡ് വന്നതാണ് ആൻഡ് ആ ഒരു സമയത്തിന് ശേഷം മാർക്കറ്റിന് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് പോകാനായിട്ട് കഴിയുന്നില്ല. അതിനുശേഷം താഴെ വരുന്നു. ശേഷം അതേ സോണിലേക്ക് മാർക്കറ്റ് എത്തുമ്പോൾ വീണ്ടും വലിയ രീതിയിലുള്ള സെൽ ഓഫ് പ്രഷറാണ് മാർക്കറ്റ് നേരിടുന്നത്. നിങ്ങൾ നോക്കി വലിയ ക്യാൻഡിൽ ആൻഡ് മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡ് വരുന്നു. അതിന് ശേഷം 12-ാം തീയതി അല്ലെങ്കിൽ 13-ാം തീയതിക്ക് ശേഷം മാർക്കറ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. 25,800 എന്ന് പറഞ്ഞ ഏരിയ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സോ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സ്റ്റോക്സിൽ എക്സ്പോഷർ ചെയ്യുന്നതിന് മുന്നേ മാർക്കറ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. സോ അതുവരേക്കും കുറച്ച് കെയർഫുൾ ആയിട്ടായിരിക്കും ഞാൻ ഹാൻഡിൽ ചെയ്യുക. എന്തായാലും ഈ ഒരു ലോയും കൂടെ വെച്ചേക്കാം. നമുക്ക് ഈ ഒരു ലോ ഉണ്ടല്ലോ, ഈ ഒരു ലോ കൂടെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വീണ്ടും ബയേഴ്സിന്റെ കൺട്രോളിലേക്ക് മാർക്കറ്റ് വരുമെന്ന് പറയാം. മറിച്ച് ഈ ലോയും ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഡൗൺ സൈഡ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അടുത്ത നല്ലൊരു ഡിമാൻഡ് ഏരിയ പറയുന്നത് 25,200 to 300 സോണിലാണ് അടുത്ത നല്ല ഡിമാൻഡ് ഏരിയ വരിക. അപ്പം 460 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും 100-200 പോയിന്റ്സിന്റെ ഡൗൺ സൈഡ് വരും. മറിച്ച് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ 25,900 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി ബയേഴ്സിന്റെ കൺട്രോളിലേക്ക് മാർക്കറ്റ് തിരിച്ചെത്തും. ഓക്കെ, എബോ 26,000 ഒരു ക്ലോസിംഗ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ഇത്രയും കാര്യം സിംപ്ലി നിഫ്റ്റിയിലെ ഒരു പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പരിശോധിക്കേണ്ടത് എന്തെങ്കിലും സ്റ്റോക്സ് ഉണ്ടോ അല്ലെങ്കിൽ ന്യൂസ് ഉണ്ടോ റിസൾട്ട് ബേസ്ഡ് ഉണ്ടോ എന്നാണ്. അപ്പോൾ റിസൾട്ട് ബേസ്ഡ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് റിലയൻസിന്റെ, വിപ്രോ ആൻഡ് ടെക് മഹീന്ദ്ര, ടാറ്റ ടെക്നോളജീസ്, ബജാജ് ഹെൽത്ത് കെയർ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ ബാങ്ക്, ജിയോജിത്, JB കെമിക്കൽസ്, ജിൻഡാൽസോ, JSW ഇൻഫ്രാസ്ട്രക്ചർ, കേസോറാം ഇൻഡസ്ട്രീസ്, L&T ഫിനാൻസ്, പോളിക്യാബ് ഇന്ത്യ, പൂനാവാല ഫിൻകോപ്പ്, ശോഭ, ലീല പാലസ് ആൻഡ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ്, ഇത്രയും സ്റ്റോക്സിന്റെ റിസൾട്ട് വരുന്നുണ്ട്. സോ ഈ സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നവർ കെയർഫുൾ ആയിട്ട് മാത്രം ഹോൾഡ് ചെയ്യാം. ഇപ്പം ജനുവരി 17 റിസൾട്ട് വരുന്ന സ്റ്റോക്സുകൾ എന്ന് പറയുമ്പോൾ HDFC ബാങ്ക്, ICICI ബാങ്ക്, IDBI ബാങ്ക്, RBL ബാങ്ക്, ബാങ്ക്സിന്റെ കാൻഫിൻ ഹോംസ്, JK സിമെന്റ്സ്, ജെറ്റ് ടെക്നോളജീസ്, PNB ഗ്ലിഡ്സ്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, റൊസാരി ബയോട്ടോ, അങ്ങനെ പല കമ്പനികളിലും റിസൾട്ട് വരുന്നുണ്ട്. ബാങ്ക്സിന്റെ ഒരുപാട് റിസൾട്ടുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ക്വാർട്ടർലി ഏർണിംഗ്സിലാണെങ്കിൽ ഇൻഫീൽഡ് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. റവന്യൂ ഇൻ ഡോളർ ടേംസ് ജംപ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റിൽ ലൈറ്റ്ലി ഉള്ള ഒരു ഡ്രോപ്പ് വന്നിട്ടുണ്ട്. 6,806 കോടിയിൽ നിന്ന് 6,654 കോടിയിലേക്കാണ് വന്നത്. അപ്പോൾ ഗൈഡൻസ് ഒക്കെ ഉണ്ട്. കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് ആർ റേസ് ടു 3 to 3.5 from 2 to 3%. സോ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ആണ് ഇൻഫിയുടെ
പിന്നെ ജിയോ ഫിന്നിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പ്രോഫിറ്റിനും ചെറിയ ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ICICI പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ജമ്പ് ചെയ്തിട്ടുണ്ട്. HPD ഫിനാൻഷ്യൽ സർവീസിന്റെ പ്രോഫിറ്റിൽ ജമ്പ് വന്നിട്ടുണ്ട്. ആൻഡ് L&T ടെക്നോളജി സർവീസിൽ പോസിറ്റീവാണ്. ആൻഡ് ന്യൂഓക്കോ വിസ്ത കോർപ്പറേഷനിലെ പോസിറ്റീവ് റിസൾട്ടാണ്. ഏഞ്ചൽ വണ്ണിന്റെ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റിൽ സൈഡിൽ ഡിക്ലൈൻ വന്നിട്ടുണ്ട്. ബട്ട് റവന്യൂന്റെ ഇൻ കേസിൽ നോക്കുമ്പോഴത്തേക്കും 5.8% ഒരു ചെറിയ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് ഏഞ്ചൽ വണ്ണ്. മ്യൂട്ടർ എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രസന്റ് ഒരു ഓക്കെ റിസൾട്ടാണ് ഏഞ്ചൽ വണ്ണ് പറഞ്ഞിട്ടുള്ളതായിരുന്നത്. അപ്പോൾ നെൽക്കേട് വന്നിട്ടുണ്ടെങ്കിൽ ലോസ് 1.2 crore ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, റവന്യൂവിലും ഡിക്ലൈൻ വന്നിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും അതിൻ്റെ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസും സോൾവ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യമുണ്ട്. ഓക്കെ, അപ്പം ഒരുപാട് സ്റ്റോക്സ് റിസൾട്ടുകൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ഇന്നലെയും 2 ദിവസം മുന്നേ ആയിട്ടൊക്കെ. പിന്നെ വാറി റിന്യൂവബിൾ ടെക്നോളജീസിന്റെ പ്രോഫിറ്റും റവന്യൂ ജമ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം ഒരുപാട് സ്റ്റോക്സ് റൗണ്ട് റേഞ്ചിൽ പോകുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ സൈഡസ് ലൈഫ് സയൻസിന്റെ ഒരു ന്യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, അതായത് US FDA ബോപാക് ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ടാബ്ലറ്റ്സിന്റെ അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് ചോദിച്ചാൽ ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്ന ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഉണ്ടാകുന്ന ചില ബ്ലഡ് ഡിസോർഡേഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ടാബ്ലറ്റ് ആണ്. അപ്പോൾ അതിന്റെ US FDA അപ്രൂവൽ വന്നിട്ടുണ്ട്. സോ അതൊരു ആനുവൽ സെയിൽസിൽ നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വിറ്റ് പോകാൻ സാധ്യതയുള്ള ഒരു ടാബ്ലറ്റ് ആണ്. സോ സൈഡസിന് അതൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ റെയിൽടെലിന് ഒരു 88.66 കോടിയുടെ പ്രൊജക്ട് സെൻട്രൽ റെയിൽവേയിൽ നിന്ന് റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് അപ്രൂവലായി വന്നിട്ടുണ്ട്. അപ്പം അതും പോസിറ്റീവ് ന്യൂസ് ആണ്. പിന്നെ NBCC ഇന്ത്യക്ക് ഒരു 55 കോടിയുടെ ഇന്ത്യൻ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെയാണ്. ഡിസൈനിങ് എക്സിക്യൂഷൻ സക്സസ്ഫുൾ ഹാൻഡ് ഓവർ ഓഫ് IOB ന്യൂ റീജിയണൽ ഓഫീസർ റായ്പൂരിലെ പുതിയ ഓഫീസിന്റെ ബിൽഡിംഗ് മെയിൻ്റനൻസിനും ആൻഡ് ബിൽഡിങ്ങിനും വേണ്ടിയിട്ടാണ് NBCCക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത്. സോ ടോട്ടൽ പോസിറ്റീവ് ന്യൂസ്, ഒരുപാട് കമ്പനികൾക്ക് പോസിറ്റീവ് ന്യൂസസ് ഉള്ള ഒരു ഡേ ആണിത്. ഓക്കെ, അപ്പോൾ ജിയോ ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് സാഗൽ പ്രീപെയ്ഡ് ഓഷൻ സർവീസ് ഒരു റെഫറൽ അഗ്രിമെന്റ് എൻ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രാൻസ് റെയിലിന് 527 കോടിയുടെ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പോൾ ആൻഡ് ലൈറ്റ്നിങ് സെഗ്മെന്റിൽ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പം അതും ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. ഓക്കെ, അപ്പം ടോട്ടലി ഒരുപാട് കമ്പനികൾക്ക് പോസിറ്റീവ് ന്യൂസും ഒരു കറന്റ് നോക്കുകയാണെങ്കിൽ ഒരു മണി ഇൻഫ്ലോയ്ക്കുള്ള പോസിറ്റീവ് പോസിബിലിറ്റി മാർക്കറ്റിലുണ്ട്. സോ നമുക്കപ്പം വളരെ കെയർഫുൾ ആയിട്ട് ഞാൻ പറഞ്ഞ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ ലെവൽസിന് 25,900 അല്ലെങ്കിൽ 25,800 മുകളിൽ മാത്രം വലിയ ട്രേഡ്സ് ഇനിഷ്യേറ്റ് ചെയ്യാൻ നോക്കുക. അല്ലാത്ത പക്ഷം ജസ്റ്റ് ഒന്ന് ഇന്നത്തെ ദിവസവും കൂടെ അല്ലെങ്കിൽ ഈ ഒരു വീക്കും കൂടെ ക്ലോസ്ലി വാച്ച് ചെയ്യാൻ മാത്രം ശ്രമിക്കുക. ഓക്കെ, സോ താങ്ക് യു.